സർക്കാർ ഖജനാവിൽ നിന്ന് രണ്ട് സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകർക്ക് ഈ സർക്കാർ കൊടുത്ത തുക അറിയണ്ടേ? സിബിഐ വരാതിരിക്കാൻ, പെരിയയിലെ യഥാർത്ഥ സത്യം വെളിപ്പെടാതിരിക്കാൻ സംസ്ഥാന സർക്കാർ കൊടുത്ത ആ ഫീസിന്റെ കണക്ക് കൂടി ഒന്ന് കാണും. മനീന്ദർ സിംഗ് എന്ന സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകന് ഒരു ദിവസം ഒരു സിറ്റിംഗിന് 20 ലക്ഷം രൂപയാണ് വാങ്ങിയത്. അങ്ങനെ 3 സിറ്റിംഗുകൾക്കായി മനീന്ദർ സിംഗ് വാങ്ങിയത് 60 ലക്ഷം. ഒപ്പം ജൂനിയറിന്റെ 3 ലക്ഷം കൂട്ടി വെച്ചാൽ മനീന്ദർ സിംഗിന്റേത് മാത്രമായി 63 ലക്ഷം രൂപയാണ്. മനീന്ദർ സിംഗിന് മാത്രം സംസ്ഥാന സർക്കാർ ഒരൊറ്റ പർപ്പസ്, ഒരൊറ്റ ഉദ്ദേശം, പെരിയ കേസിൽ സിബിഐ വരാൻ പാടില്ല. 3 സിറ്റിംഗുകൾക്ക് 63 ലക്ഷം. മനീന്ദർ സിംഗിന്റെ ജൂനിയറായ രഞ്ജിത് കുമാറിനും സർക്കാർ ഇതേ ഫീസ് തന്നെ കൊടുക്കുന്നു. നിയമോപദേശത്തിനായി 25 ലക്ഷം രൂപയാണ് രഞ്ജിത് കുമാറിന് ഈ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവിട്ടത്. എങ്ങനെയൊക്കെയാണ് എന്നുകൂടി ഒന്ന് വിശദമായി പരിശോധിക്കാം. 2019 നവംബർ മാസത്തിലാണ് പെരിയ കേസിൽ സിബിഐ അന്വേഷണം പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയിലുള്ള വാദത്തിനു വേണ്ടി മനീന്ദർ സിംഗും രഞ്ജിത് കുമാറും കേരളത്തിലെത്തുന്നത്. 3 ദിവസങ്ങളിലായി നടന്ന വാദം 2019 നവംബർ മാസത്തിൽ 4-ാം തീയതിയും 12-ാം തീയതിയും ഒപ്പം 16-ാം തീയതിയും നടന്ന സിറ്റിംഗ്. ആ 3 സിറ്റിംഗുകൾക്കായി മനീന്ദർ സിംഗ് 21 ലക്ഷം രൂപ തന്റെ അസിസ്റ്റന്റിന് അടക്കം വാങ്ങിയ തുക 63 ലക്ഷം പോയത് സർക്കാർ ഖജനാവിൽ നിന്ന്, എന്റെയും നിങ്ങളുടെയും നികുതിപ്പണം കൊണ്ട് ഓടുന്ന സർക്കാർ ഖജനാവിൽ നിന്ന്. രഞ്ജിത് കുമാറിന് ഈ സർക്കാർ കൊടുത്ത ഫീസ് 25 ലക്ഷം രൂപ. മൊത്തം കൂട്ടി നോക്കിയാൽ പെരിയ കേസിൽ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മരണത്തിന്റെ കാരണം, കൊലപാതകത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ സിബിഐ വരരുത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും തീരുമാനിച്ചപ്പോൾ സർക്കാരിന് മൊത്തം നഷ്ടം 88 ലക്ഷം ഇതുവരെ. ആ 88 ലക്ഷം രൂപയുടെ കണക്കിനെ ലൈഫ് മിഷന്റെ കണക്കുമായി ഒന്ന് ചേർത്ത് വായിച്ചു നോക്കൂ. ലൈഫ് മിഷൻ പ്രകാരം ഒരു കുടുംബത്തിന് വീട് വെക്കാനായി ഇപ്പോൾ സർക്കാർ നൽകുന്ന ശരാശരി തുക 4 ലക്ഷം രൂപയാണെങ്കിൽ 22 കുടുംബങ്ങൾക്ക് കൂര വെച്ചു കൊടുക്കാൻ പറ്റുന്ന തുകയാണ് ഇപ്പോൾ ഈ മനീന്ദർ സിംഗിനും രഞ്ജിത് കുമാറിനും പെരിയ കേസ് അന്വേഷണം തടയാൻ വേണ്ടി സർക്കാർ ചെലവിട്ടിരിക്കുന്ന തുക. പാവങ്ങളുടെ സർക്കാർ എന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും ഈ 88 ലക്ഷം ഉപയോഗിച്ച് 22 കുടുംബങ്ങൾക്ക് കൂരയുണ്ടാക്കി കൊടുക്കാനുള്ള തുക പെരിയ കേസിൽ സിബിഐ വരാതിരിക്കാൻ വേണ്ടി സർക്കാർ ചെലവാക്കി എന്നിടത്താണ് ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നത് എന്നർത്ഥം. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊന്നുകൂടി പ്രേക്ഷകർ അറിയണം. പെരിയ കേസ് മാത്രമല്ല, നിലവിൽ സംസ്ഥാന സർക്കാരോ സംസ്ഥാന സർക്കാരിലെ ഏതെങ്കിലും വ്യക്തികളോ ഉൾപ്പെടുന്ന 13 കേസുകൾ ഈ സർക്കാർ ഖജനാവിൽ നിന്ന് പണം ഉപയോഗിച്ച് വാദിക്കുന്നുണ്ട്. മൊത്തം നിലവിൽ 13 കേസുകൾ, അതിൽ 4,75 ലക്ഷം രൂപ ഇതിനകം തന്നെ ചെലവിട്ട് കഴിഞ്ഞു. ഇനി ഒരു കണക്ക് കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം, കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ടത്. 13 കേസുകൾക്ക്